ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മസാല ദോശയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളിവിടെ പൊട്ടറ്റോയും സവാളയും ക്യാരറ്റും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില. അപ്പം നമുക്ക് അത് ചെയ്ത് തുടങ്ങിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. മസാല ദോശ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 3-4 പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള നമുക്ക് 3-4 ചെറുതായി കട്ട് ചെയ്തതും 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളങ്ങ പുഴുങ്ങി തൊലി കളഞ്ഞതാണ്. പച്ചമുളകും ചെറുതായി അരിഞ്ഞത്, കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില. നമുക്ക് ആദ്യം കടുക് വറുക്കാം. മുളകും ഇട്ടിട്ട് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കടുകും ചേർത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർക്കാം. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ, കടുവെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാളയും കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും കൂടെ ചേർക്കാം. കടൽപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു മസാല ദോശയുടെ മണം വരുന്നത്. സവാള ചെറുതായി കട്ട് ചെയ്യണം. അതും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് എണ്ണയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള കുറച്ച് വഴണ്ട് വരുമ്പോൾ നമുക്ക് ക്യാരറ്റും ചേർത്ത് കുറച്ച് എണ്ണ വേണമെങ്കിൽ എണ്ണയും ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ കുറച്ചേറെ ചേർത്താലും നല്ല മണമായിരിക്കും. നമുക്ക് ഈ കടുക് വറുക്കുന്നതിൻ്റെ ഒരു മണമാണ് പ്രത്യേകതയായിട്ട് മസാല ദോശയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഉപ്പും ചേർത്ത് ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കിഴങ്ങ് പൊടിച്ച് വെച്ചതിനും കൂടെ ചേർക്കാം. എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. നല്ല മണമുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. നമുക്കിതെല്ലാം നല്ലപോലെ മസാല ദോശയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാം. നമുക്ക് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം, പീസ് വേണമെങ്കിൽ കുതിർത്ത് അത് ചേർക്കാം. ഇപ്പോൾ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല. നമുക്കിനിയും ദോശ ചുടാം. നമുക്ക് നല്ലെണ്ണ തൂത്ത് ദോശ ചുടാം. നോൺ സ്റ്റിക്കിൻ്റെ തവയുണ്ടെങ്കിലും നമുക്ക് അതിലും ചുടാം. അതിന് കുറച്ച് വലുപ്പത്തിൽ ചുടാം. അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പ് ദോശക്കല്ലിലും ചുടാം. നല്ലപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ഇഡലി ദോശ മാവിലാണ് ഇത് ചുടുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വറുത്ത അരിപ്പൊടി ഒരു ചുടുന്നതിന് 10 മിനിറ്റ് മുമ്പേ അതും കൂടെ കലക്കി ചേർക്കുകയാണെങ്കിൽ ഈ ദോശയ്ക്ക് ഒരു സ്റ്റിഫ്നെസ് കിട്ടും. നല്ല മുരിഞ്ഞിരിക്കും. നമുക്കിതിനകത്ത് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 1 സ്പൂൺ ഒഴിച്ച് തിരിച്ചും ഇടാം. തിരിച്ചിട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്താലും മതി. നമുക്ക് ദോശ തിരിച്ചിട്ടിട്ട് നമുക്കതിനകത്ത് കൂട്ട് വയ്ക്കാം. കുറച്ച് ആവശ്യമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. നമുക്ക് തിരിച്ചു വിട്ട് കുറച്ച് നെയ്യും വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്നുകൂടെ 1 സ്പൂൺ കൂടെ ചേർത്ത് മുരിച്ചെടുക്കാം.
അങ്ങനെ നമുക്ക് ഈ ദോശയെല്ലാം ചുട്ടെടുക്കാം. നെയ്യ് തനിയെയും ചേർക്കാം. ഇവിടെ അധികം നെയ്യ് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നെയ്യ് ഉരുക്കിയതും വെളിച്ചെണ്ണ കൂടെ ചേർന്നാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ തിരിച്ചിടുമ്പോൾ 1 സ്പൂൺ ഒഴിക്കാം. മസാല ദോശയുടെ മണം കേൾക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. നമുക്ക് ദോശമാവൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ മസാല ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും സാമ്പാറും എടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.